അജ്മാൻ ബീച്ച് റോഡിലൂടെ നമ്മൾ ഷാർജ ഭാഗത്തേക്ക് പോകുമ്പോൾ ഷാർജ ബോർഡറിലുള്ള ലാസ്റ്റ് റൗണ്ട് ബോട്ടിൽ എത്തുന്നതിൻ്റെ മുന്നായിട്ട് ഒരു യൂ ടേൺ കിട്ടാറുണ്ട്. ആ യൂ ടേൺ നിൽക്കുന്ന പോയിൻ്റാണ് ഞാനുള്ളത്. ആ യൂ ടേണിൻ്റെ തൊട്ട് മുന്നായിട്ടൊരു ഹമ്പുണ്ട്. ആ ഹമ്പാണിത് കാണുന്നത്. ഈ ഹമ്പിലേക്ക് നമ്മൾ അവിടുന്ന് വണ്ടി ഓടിച്ച് വരുമ്പോൾ യൂ ടേൺ അടിക്കാനുള്ള ആളുകൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ ഒരു സ്പീഡ് ട്രാക്ക് പിടിച്ചിട്ട് വരിക ചെയ്യുക. ഈ ഒരു സ്പീഡ് ട്രാക്ക് നിങ്ങൾ ഒരിക്കലും ഈ ഹമ്പിൻ്റെ മുന്നായിട്ട് ഒരിക്കലും പിടിക്കരുത് യൂ ടേൺ അടിക്കാനുള്ള ആളുകൾ. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ കാത്തു നിൽക്കുന്നത് അതാ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതാ ഈ ഒരു ക്യാമറയാണ് എനിക്ക് ഇത്രയും ഫൈന് കിട്ടാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളി. ഇതിലെ പോകുന്ന ആൾക്കാർ യൂ ടേൺ അടിക്കണമെങ്കിൽ ഈ ഹമ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം ലെഫ്റ്റിലേക്ക് അടുപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഉറപ്പാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മളെപ്പോലുള്ള ബൈക്ക് ഡ്രൈവർമാർ ഇത്രയധികം ഫൈന് കുടുങ്ങിയൊരു സമയം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനും ഒരുപാട് കൊല്ലമായി ബൈക്ക് ഓടിക്കുന്നു. പക്ഷേ അജ്മാനിൽ ഇപ്പോൾ ഇങ്ങനൊരു നിയമം വന്നതുകൊണ്ട് ഓരോ ആളുകൾക്ക് വളരെയധികം ഫൈന് കയറിക്കൊണ്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ജോലിയിൽ നിന്ന് ഒഴിവായിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വരും. അതാണ് അവസ്ഥ. ഒരുപാട് ബൈക്ക് ഡെലിവറി ഡ്രൈവർമാരുടെ അടുത്ത് വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സ്പീഡ് ട്രാക്കിലൂടെ പോവുക, ബ്ലോക്ക് വരുമ്പോൾ ഉള്ളിലൂടെ കയറ്റി പോവുക, ഇങ്ങനെയൊക്കെ നിരന്തരമായിട്ട് ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിയമം നിലവിൽ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കുക, ഇല്ലെങ്കിൽ ഫൈൻ ഇതേപോലെ കയറിക്കൊണ്ടേ നിൽക്കും. ഞാൻ ഒരുപാട് ആളുകളോട് ബൈക്ക് ഡ്രൈവർമാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഫൈൻ കയറും? എല്ലാവർക്കും 3-4 ഫൈൻ കയറാത്ത ആളുകളില്ല. ചോദിക്കുന്ന എല്ലാവർക്കും ഫൈനുണ്ട്. 500 ദിർഹംസ് വെച്ചിട്ടാണ് 4 ഫൈൻ. 2000 ദിർഹംസൊക്കെ ഒരു മാസം, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ 2-3 ഫൈനൊക്കെ വന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ജോലി നമുക്ക് ഇവിടെ രാജിവെച്ചിട്ട് നാട്ടിൽ പോകേണ്ടി വരും. ഒരിക്കലും ഫാസ്റ്റ് ട്രാക്കിലൂടെ വണ്ടി എടുക്കാൻ പാടില്ല. അതാണ് ഞാൻ മുറൂറിൽ പോയി ചോദിച്ചപ്പോൾ അവിടുന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അതാണ്. നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൽ വണ്ടി ഓടിച്ചാൽ ഫൈൻ ഉറപ്പാണ്. ആ നമ്മൾ പോകുന്ന ഫാസ്റ്റ് ട്രാക്ക് നമ്മൾ എത്ര ദൂരം പോകുന്നുണ്ടോ ആ ദൂരത്തിൻ്റെ ഇടയ്ക്ക് എത്ര ക്യാമറ ഉണ്ടോ ആ ക്യാമറയിലൊക്കെ നമ്മൾ വിടും. ആ ക്യാമറയിൽ നിന്നൊക്കെ നമുക്ക് ഫൈൻ കിട്ടും. അപ്പോൾ ഒരു ദിവസം എത്രയും ഫൈൻ നമുക്ക് കിട്ടാം. നാട്ടിലത്തെ പോലെ ഒരു ദിവസം ഒരു ഫൈൻ അങ്ങനത്തെ കണക്കൊന്നുമില്ല. ഇവിടെ ഫൈന് കിട്ടാൻ തുടങ്ങിയാൽ തുരുതുരാ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കൽ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എവിടേക്കാണ് നമുക്ക് ഫൈൻ കിട്ടുന്ന ക്യാമറ ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കലാണ്.